ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നമായ ചൂല് BJP വാങ്ങിച്ച് അത് മുഴുവൻ അങ്ങ് തൂത്തുവാരി. അത് പിന്നെ വലിയൊരു നടുക്കം സൃഷ്ടിക്കുന്നൊരു വാർത്തയായി. ആം ആദ്മി കൂടോടെ BJPയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും ഇനിയും ആം ആദ്മിയുടെ നില എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും വളരെ പ്രതീക്ഷയോടുകൂടി അണ്ണാ ഹസാരയുടെ സമരത്തിൽ കൂടി രംഗത്ത് വന്നൊരു പൊട്ടിമുളച്ചൊരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം നമുക്കറിയാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടിരുന്നു. വളരെ അഴിമതി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന തുടച്ചു നീക്കി എന്നാണ് പറയുന്നത്. പക്ഷെ അറിയാമെന്നുള്ള നോർത്ത് ഇന്ത്യയിലുള്ള ഒരു IFS കസ്റ്റംസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സൂപ്രണ്ട് കമ്മീഷണർമാർ പറയുന്ന അത്ര അഴിമതി വീരനൊന്നുമല്ല. രഹസ്യമായി കൊണ്ടുകൊടുത്താൽ അദ്ദേഹം പല കാര്യങ്ങളും GSTയിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അണ്ണാ ഹസാരയുടെ തണലിൽ നിന്ന് വളർന്നു വന്ന് കോൺഗ്രസിനെതിരെ ലോക്പാൽ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഒരു സംഘടന പുള്ളി സ്വതന്ത്ര സംഘടന എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അത് കാലാവസ്ഥ അനുകൂലമായി നേരെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തു. ആദ്യം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കോൺഗ്രസ്, ഇന്ന് BJP പറയുന്ന പോലെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള നിലയിൽ പുള്ളിയാണ് ആദ്യം ഈ ഡയലോഗുകൾക്ക് രംഗപ്രവേശം ചെയ്തൊരു നേതാവാണ്. കോൺഗ്രസിനെ ഇന്ത്യയിൽ ഉന്മൂലനം ചെയ്യണം. നമുക്കറിയാം 2G സ്പെക്ട്രം അഴിമതി, നമ്മുടെ കൽക്കരി കുംഭകോണം, ഇങ്ങനെയുള്ളതെല്ലാം മുൻനിർത്തി ലോക്പാൽ എന്നുള്ള നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കി ഒരു അഴിമതിരഹിത ഇന്ത്യ എന്ന മുദ്രാവാക്യം ചെയ്തിട്ട് അദ്ദേഹം തന്നെ അഴിമതി 300 കോടി രൂപയുടെ മദ്യ അഴിമതി ഒഴുക്കി മദ്യം ഡൽഹിയിൽ. ഇപ്പോൾ ഷീലാ ദീക്ഷിതിൻ്റെ അഴിമതി പറഞ്ഞാണ് പുള്ളി അവിടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അദ്ദേഹത്തിൻ്റെ ഷീലാ ദീക്ഷിതിൻ്റെ മകൻ എന്തോ നാഷണൽ ഗെയിംസൊക്കെ നടന്നപ്പോൾ 300 കോടി രൂപ അഴിമതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇലക്ഷൻ ഫണ്ടിന് വേണ്ടി പഞ്ചാബിൽ തിരഞ്ഞെടുപ്പിന് പൈസ വേണം. അതുകൊണ്ട് കാണുന്ന ഷോപ്പുകൾക്കെല്ലാം മദ്യ ലൈസൻസ് കൊടുത്തു. അവിടെ ബിവറേജ് ഉണ്ടാക്കേണ്ട ലൈസൻസ് കൊടുത്ത് അഴിമതി ചെയ്തു. ഇപ്പോൾ ഈ നമ്മൾ പറയുന്ന രാഘവ ചന്ദ്, അതിൻ്റെ പിന്നിലെ സ്വാതി മഹവാൽ തുടങ്ങിയ വ്യക്തികൾ 24 മണിക്കൂറും നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടായിരുന്ന ആൾക്കാരാണ്. അതാണ് ഇവിടുത്തെ വിരോധാഭാസം. ഈ വ്യക്തികൾ അരവിന്ദ് കെജ്രിവാൾ എന്ത് വന്നാലും വനിതാ സംവരണ ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കരുതെന്ന് പറഞ്ഞ് ചെറിയ ചെറിയ കക്ഷികളുടെ യോഗങ്ങൾ ഡൽഹിയിൽ വിളിച്ച മഹത് വ്യക്തിയാണ് ഈ അരവിന്ദ് കെജ്രിവാളും രാഘവ ചന്ദും. പക്ഷേ വോട്ട് കുറഞ്ഞു, അന്തസ്സായിട്ട് ബില്ല് പരാജയപ്പെട്ടു. നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എന്ന് പറഞ്ഞാൽ BJP തിരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങി. അപ്പോൾ ഇത്തരത്തിൽ BJPക്കെതിരെ നിരന്തരമായി വാരണാസിയിലും ഡൽഹിയിലും ഹിമാചലിലും പഞ്ചാബിലും സമരം ചെയ്ത രാഘവ ചന്ദ് ഉൾപ്പെടെ സ്വാതി മാൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾ 7 MPമാരാണ് രാജ്യസഭയിൽ നിന്ന് നരേന്ദ്രമോദി ലോക നേതാവാണെന്ന് പറഞ്ഞ്. ഈ 7 പേരും പഞ്ചാബിൽ നിന്നുള്ളവരാണ് കേട്ടോ. അതെ. അപ്പോൾ 1 വർഷത്തിനകം പഞ്ചാബില് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നടക്കാൻ പോവുകയാണ്. അല്ല, അവിടെ ഇടയ്ക്ക് നടന്ന ചില തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ BJP മുന്നിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമാക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിനൊരു പഞ്ചാബി ഡാൻസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറ്റ് സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ തണ്ണിയാണ്. ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് കുറച്ച് ക്ലീൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ BJPക്ക് മുൻതൂക്കം വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കൾ ഒരു 1 man ഷോയിൽ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടെ നിന്നാൽ രക്ഷയില്ല എന്ന് മനസ്സിലായി. ചേട്ടൻ സൂചിപ്പിച്ച പോലെ ഒരു ഏകദേശം 8 മാസം കഴിയുമ്പോൾ പഞ്ചാബിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ രാഘവ ചന്ദ്, സ്വാതി മാലിക് തുടങ്ങിയ നേതാക്കളെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിന് നേരിടുന്ന തന്ത്രമാണ് BJP ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ മുഖ്യധാര പത്രങ്ങളൊക്കെ പറഞ്ഞു ഓപ്പറേഷൻ താമരയെന്ന്. അങ്ങനെ ഓപ്പറേഷൻ താമരയൊക്കെ ചെയ്യണമെങ്കിൽ വനിതാ സംവരണ ബില്ലിന് ഈ MPമാരോട് വില പറഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ 7 MPമാരെ വിലക്കെടുക്കാമായിരുന്നു. മറ്റു ചെറു കക്ഷികളെയും വിലക്കെടുക്കാമായിരുന്നു. അവിടെ അയറാം ഗയറാം കുതിരക്കച്ചവടത്തിന് പാർലമെൻ്ററി പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി NDA പോയിട്ടില്ല. ഇത് ഇവർ പൊറുതിമുട്ടി. കെജ്രിവാളിൻ്റെ അടുത്ത്
ഈ രാഘവചന്ദ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് അവരുടെ ഉന്നതാധികാര സമിതി ചർച്ച ചെയ്തപ്പോൾ പഞ്ചാബ് AIPയിൽ ഒക്കൂല എന്ന് പറഞ്ഞതിൻ്റെ ഒറ്റപ്പിടിയിലാണ് ഈ രാഘവചന്ദും ടീം 7 അംഗങ്ങളും ടീം ആയിട്ട് ഭാരതീയ ജനതാ പാർട്ടി വന്നിട്ടുള്ളത്. അല്ലാതെ ഇവിടുത്തെ മുഖ്യധാരാ പത്രങ്ങളെല്ലാം BJPക്ക് NDAയ്ക്കും RSSനും എതിരാണ്. ഏത് പത്രമാണ് അനുകൂലിച്ചിട്ടുള്ളത്? ഒരു പത്രവും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും അനുകൂലിച്ചിട്ടില്ല. നമുക്ക് ചാനലുകൾ എടുത്ത് നോക്കാം. ചില വിദേശ ജിഹാദിൻ്റെ പൈസയിലുള്ള ചാനലുകൾ, ചില ശ്വാനന്മാരുടെ പേരിലുള്ള അവതാരകന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, സംസ്ഥാന മുഖ്യമന്ത്രിമാരാണ്, അവരൊക്കെ ഒരു ഓണറബിൾ കൊടുക്കണ്ടേ? വളരെ മ്ലേച്ഛമായ. അപ്പോൾ അത്തരത്തിലൊരു ഓപ്പറേഷൻ താമരയിൽ കൂടിയല്ല ഇത് വന്നിട്ടുള്ളത്. ശരിക്കും ജനാധിപത്യത്തിൽ കെജ്രിവാളിൻ്റെ വൺമാൻ ഷോയും ഏകാധിപത്യവും AIPയിൽ ആം ആദ്മി പാർട്ടിയിൽ ഉപയോഗിച്ചതുകൊണ്ട് പ്രതിഷേധിച്ചു വന്നിട്ടുള്ള MPമാരാണ്. അത് ഉത്തരേന്ത്യൻ പത്രങ്ങൾ, ഹിന്ദി പത്രങ്ങൾ, ചില ഇന്നത്തെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താണ് കാര്യം? അപ്പം അഴിമതി തുടച്ചു നീർക്കുവാൻ ചൂലുമായിട്ട് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ വന്ന ആ MPമാരെ ചൂലുകൊണ്ട് തൂത്ത് NDA BJP പക്ഷത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മാറ്റിയിരിക്കുന്നു. ഇതിന് നിർണായക ശക്തി ഒരാൾക്കുണ്ട് കേട്ടോ. പുതിയതായിട്ട് വന്ന 54 വയസ്സുള്ള നിതിൻ നവീന് നിർണായക പങ്കുണ്ട്. ബീഹാറിൽ ഏതൊക്കെ സമയത്താണോ ഭാരതീയ ജനതാ പാർട്ടിക്ക് സുശീൽ മോഡിയൊക്കെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുകയില്ല എങ്കിൽ ഈ അതിബുദ്ധി രാക്ഷസനായ 50 വയസ്സായ ചെറുപ്പക്കാരനായിരുന്നു അവിടെ രംഗത്ത് വന്നിരുന്നത്. അത് ചിലപ്പോൾ ഇവർ കുതിരക്കച്ചവടം എന്ന് പറയാം, അയറാം കയറാം എന്ന് പറയാം, ഓപ്പറേഷൻ താമര എന്ന് ലോട്ടസ് എന്ന് പറയാം. പക്ഷേ എന്നിരുന്നാലും അത്തരത്തിൽ ബുദ്ധിരാക്ഷസന്മാരും ഓരോ പാർട്ടിക്കും വേണ്ടേ? ഇപ്പോൾ കോൺഗ്രസിന് കപിൽ സിബൽ ഉണ്ടായിരുന്നു വോട്ടുകൾ മാറ്റുവാൻ വേണ്ടി. നരസിംഹറാവു ഭൂരിപക്ഷമില്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണം നടത്തിയപ്പോൾ ബുദ്ധിമാനായ കേരളത്തിലെ കരുണാകരനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അന്ന് നരസിംഹറാവുവിനെ താങ്ങി നിർത്തിയത്. അപ്പോൾ ആ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് നിതിൻ നവീന് ഈ 7 MPമാർ വന്നതിൽ നിർണായകമായിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. തികച്ചും പഞ്ചാബ് അടുത്ത പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യം തന്നെ. ഇപ്പോൾ അകാലിദൾ മനം മാറി. ഇന്നിപ്പോൾ രാവിലെ കേട്ട ന്യൂസുകളിൽ ലോങ്കോവാളിൻ്റെ അകാലിദൾ പാർട്ടികളെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ പോകാൻ തയ്യാറാണ്. ആം ആദ്മി പാർട്ടിയുടെ കേഡർ ഈ വന്ന രാഘവചന്ദ്രയ്ക്കും സ്വാതിമാളിനും ഉൾപ്പെടെ ഇങ്ങോട്ട് വന്ന രാജേന്ദ്ര ഗുപ്ത ഉൾപ്പെടെയുള്ളവർ അഴിമതിയുടെ കറ പുരളാത്ത വ്യക്തികളാണ് ഈ വന്ന 7 MPമാരും. അതൊരു ജനകീയ അടിത്തറ പഞ്ചാബിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടാകും. ഒരു NDA ഗവൺമെൻറ് അവിടുത്തെ പ്രാദേശിക കക്ഷികളുമായിട്ട് രൂപീകരിക്കുവാൻ കെൽപ്പും തൻ്റെ ഇടവും, പ്രത്യേകിച്ച് പഞ്ചാബികളെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് ആ പഞ്ചാബിൻ്റെ തലയിക്കെട്ട്. അപ്പോൾ ഈ ആദ്മിയുടെ കിട്ടിയ സംസ്ഥാനങ്ങളൊക്കെ തന്നെ അവർക്ക് കയ്യിൽ നിന്ന് പോകുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഈ പഞ്ചാബ് സമുദായത്തിൽപ്പെട്ട സിഖ് ഗുരുദ്വാരയിൽ പോയി എന്നും ഈ പറയുന്ന വിക്രം സിംഗ് ആയാലും മറ്റ് നേതാക്കളായാലും തനി പഞ്ചാബിയൻ പ്രാദേശികവാദം ഉണ്ടെങ്കിൽ തന്നെയും അവർ മുഖ്യധാര ദേശീയതയിൽ വിശ്വസിക്കുന്നവരാണ്. ഈ പഞ്ചാബ് എന്ന് പറയുന്ന ആ മതം പോലും ഒരു വിഭാഗം ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയാൽ മാത്രമേ തലയിക്കിട്ട് ഊരൂന്ന് ശപഥം ചെയ്തവരാണ്. പഞ്ചാബി അമ്മമാരെ എല്ലാം കുളത്തിനകത്തിട്ട് കൊന്ന ഔറംഗസീബിൻ്റെ ഭരണകാലം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ തലയിക്കിട്ട് വച്ചിരിക്കുന്നത്. അവർ യുദ്ധം ചെയ്യുവാൻ പശുവിൻ്റെ നെയ്യ് കൊടുത്ത്, പന്നിയുടെയും പശുവിൻ്റെയും നെയ്യ് കൊടുത്ത് തോക്കിൽ പെരട്ടി യുദ്ധം ചെയ്യുവാൻ അന്നത്തെ മുഗളന്മാർ ആവശ്യപ്പെട്ടു. ആ മുഗള സാമ്രാജ്യവും ആ വംശവും ഭാരതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്താൽ മാത്രമേ എൻ്റെ തലയിലെ തൊപ്പി ഊരുള്ളെന്ന് ഗുരുനാനക് ശപഥം ചെയ്ത വംശരാണെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ വരിക്കുന്നത്. കർഷക സമരം നടന്നു. കർഷക സമരത്തിന് ഈ വ്യക്തികൾ എല്ലാം BJPക്കെതിരായിരുന്നു. ഇന്ന് അവർ പറഞ്ഞ ഇന്ന് രാവിലെ ഒരു നേതാവുണ്ട്, വിക്രം സിംഗ് സാഗി, അദ്ദേഹം പ്രസ്താവന ചെയ്തിരിക്കുന്നത് കർഷക സമരം നരേന്ദ്രമോദിയുടെയും അന്നത്തെ കൃഷിമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെയും ഉചിതമായ തീരുമാനമായിരുന്നു. നമ്മൾ ആ കർഷക സമരത്തിന് അനുകൂലിക്കേണ്ടതായിരുന്നു എന്ന് ഇന്ന് അവർ BJPയിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നു. അന്നത്തെ ഈ കുത്തക കുലാക്കുകൾ അടക്കി വച്ചിരിക്കുന്ന ഭരണം, ഈ ആരാണോ ഉള്ളി ഉണ്ടാക്കി, അവിടെ ഒരു നേതാവുണ്ട്, അവൻ പറഞ്ഞാൽ ഉള്ളി വിൽക്കാൻ ഒക്കുള്ളൂ. ജീരകം ഉണ്ടാക്കിയാൽ, കടുകുണ്ടാക്കിയാൽ അതിനെതിരെ ഒരു നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവന്നത് മോഡിജിയാണ്, ഒന്നാം മോഡി ഗവൺമെൻറ്.
അതിനെതിരെ പഞ്ചാബികളുടെ ശക്തമായ മെയ്വഴക്കം കൊണ്ടാണ് ആ സമരം വിജയിച്ചത്. ഇന്ന് ഈ പറയുന്ന 7 MP പറഞ്ഞിരിക്കുന്നു, നമ്മൾ NDA ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നിരുന്നു എങ്കിൽ ഇന്ന് കെജ്രിവാൾ പോലുള്ളവർ ആ സമരത്തിന് പിന്തുണ കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കാലം ഈ MP കൂടി ഭാരതീയ ജനതാ പാർട്ടി NDAയിലേക്ക് വന്ന ആ കാവ്യനീതിയാണ്. എന്താണോ അമിത്ഷാ പറയുന്നു, എന്താണോ നിവിൻ നവീൻ പറഞ്ഞു, എന്താണോ ആരാധ്യനായ പ്രധാനമന്ത്രി പറഞ്ഞത്, അതിന്ന് ഈ രാഘവചന്ദ്ര ഉൾപ്പെടെയുള്ള MP അംഗീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലും ദേശീയതയിലേക്കും വന്നിരിക്കുന്നു. ഇവരുടെ മുഖ്യമായി പറഞ്ഞെന്താ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് എതിരാണെന്നാണ് പഞ്ചാബ് ജനത. പഞ്ചാബിലെ വലിയ രീതിയിലുള്ള പ്രവർത്തനത്തിനൊന്നും RSSനെ അവർ സമ്മതിക്കുകയില്ല. കാരണം അവരുടെ സിഖ് ഗുരുദ്വാര മതം കഴിഞ്ഞാൽ വേറെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്നതല്ല, RSSുമായിട്ട് സഹകരിക്കുവാൻ സിഖ് സമുദായം തയ്യാറാണ്. RSSുമായിട്ട് ചേർന്നതുകൊണ്ട് ചാരിറ്റി പ്രവർത്തനം പഞ്ചാബിലും ചണ്ഡീഗഡിലും ഗുരുദ്വാരയിൽ ഇന്ന് പണ്ടൊക്കെ പഞ്ചാബ് ജനത മാത്രമാണ് ഗുരുദ്വാര കാണാൻ വരുന്ന മറ്റ് സ്റ്റേറ്റിലുള്ളവർക്ക് അന്നം കൊടുക്കുവാൻ നിൽക്കുന്നത്. ഇന്ന് RSSൻ്റെ സ്വയം സേവകരെ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു പഞ്ചാബിൽ. അപ്പോൾ ഒരു ദേശീയതയിലേക്ക് പഞ്ചാബിൽ ഇനി താമസിക്കാതെ തന്നെ ഗവൺമെൻറ് താഴെ ഇറങ്ങും. ആ ഗവൺമെൻറ് പൂർത്തിയാകുന്നതിന് മുമ്പേ തള്ളിയിടുക, അവിടെ ഒരു ഭരണ മാറ്റം വന്ന്, ഇന്നും കേരളം പോലെയാണ് പഞ്ചാബ്. അവിടെ മയക്കുമരുന്നിന് ഒരു കുറവില്ല. കേരളത്തിൽ മയക്കുമരുന്ന്, യുവതിയുവാക്കൾ, തൊഴിലില്ലായ്മ പഞ്ചാബിൽ, എല്ലാം വിദേശത്ത് പോകുന്നു. കേരളം പോലെയാണ്, ഒരു ഡെവലപ്മെൻ്റ് ഇല്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ആരാധ്യനായ നരേന്ദ്രമോദിയുടെയും ഒരു വികസിത് ഭാരത് പഞ്ചാബിലും വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ MP കാലുമാറി വന്നിട്ടുള്ളത്. അതൊരു ഓപ്പറേഷൻ താമരയിൽ കൂടി അല്ല, ഭാരതത്തിൻ്റെയും പഞ്ചാബിൻ്റെയും വികസനത്തിന് വേണ്ടിയാണ് ഇവർ വന്നിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.